ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ആറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ. ഞാൻ ഇവിടെ വരെ വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ സാധനം കാണാനായിട്ടാണ്. ജനറേഷൻ ടു ജനറേഷൻ വണ്ടിക്ക് പല രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ബൾക്കി ബീഫി ലുക്കിൽ ഇറക്കുന്ന ആ ഒരു മുതലിനെ കാണാനായിട്ട് വന്നതാണ്. നമ്മുടെ FC-യുടെ പുതിയ വേർഷൻ 4 നമ്മുടെ തൃശ്ശൂരുള്ള ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. വേർഷൻ 4 ഒന്ന് റൈഡ് ചെയ്ത് നോക്കാൻ, ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. രണ്ട് വണ്ടിയിൽ ഇരിപ്പുണ്ട്, നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട്, T4 ഇരിപ്പുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു വിളിപ്പേരുണ്ടായിരുന്നു. അതായത് ബൾക്കി വലിയ ടാങ്കുള്ള ഒരു വണ്ടി എന്നുള്ളൊരു വിളിപ്പേര് വണ്ടിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു DNA കാര്യങ്ങളൊക്കെ തന്നെ ലുക്ക് വൈസ് നമ്മുടെ പുതിയ വേർഷൻസ് വരുമ്പോഴത്തേക്കിനും വലിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് യമഹക്കാർ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യമഹ ഈസ് സ്റ്റിൽ ലിസണിങ് ടു അസ്. അതായത് ഈ കാര്യങ്ങളെല്ലാവരും മാർക്കറ്റിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ബൾക്കി ആയിട്ട് വണ്ടി ഇറക്കിയിരിക്കുന്നത്. വണ്ടി കാണാനായിട്ട് അത്യാവശ്യം നല്ല ലുക്കാണ്. ലുക്ക് വൈസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ്, നമ്മുടെ MG-യുടെ ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. അതുപോലെ അലോയ്സ് ഒക്കെ നല്ല അത്യാവശ്യം കളറിങ്ങും കാര്യങ്ങളും അലോയ്സ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ കളർ വേർഷൻസ് ആണെങ്കിലും മാറിയിട്ടുണ്ട്. പിന്നെ മീറ്റർ നോക്കിയാൽ ഇപ്പോൾ വരുന്നത് MG-യുടെ മീറ്റർ ആട്ടോ. ഡേ ടൈമിൽ നല്ല വിസിബിലിറ്റി ഒക്കെ കൊടുക്കുന്ന നല്ല നെഗറ്റീവ് ഒരു മീറ്ററാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഓവറോൾ ആ ഒരു ഹൈറ്റ് വണ്ടിക്ക് തോന്നിക്കുന്നുണ്ട്. ഇരിക്കുമ്പോഴാണെങ്കിലും സിറ്റിംഗ് ആ ഒരു പോസ്റ്റർ ആണെങ്കിലും വണ്ടി ചേഞ്ച് ആയിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റിലാണ് വണ്ടി ഇരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വേർഷൻ 1-നകത്ത് നമ്മൾ കാലൊരിച്ചിരി മടക്കി ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. ഇതിനകത്ത് വരുമ്പോഴത്തേക്കിനും അങ്ങനെയില്ല, വളരെ റിലാക്സ് ആയിട്ട് കാലൊക്കെ നല്ല നീറ്റായിട്ട് വെച്ചിരിക്കാം. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ട് ഹെഡ്, നമ്മുടെ ഫസ്റ്റ് ഹെഡ് അറിയാം, ഐക്കോണിക് ഹെഡ്. ആ ഒരു ഹെഡിന്റെ നമുക്കൊരു ചെറിയൊരു ഷേപ്പ് ഇതിന്റെ സെന്ററിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ആ ഒരു ചെറിയൊരു ഐക്കോണിക് ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് DRL വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തോന്നിക്കുന്ന നല്ലൊരു എന്താ പറയുക, ഒരു ക്യൂട്ട് ഫേസ് ആണ് വണ്ടിക്കുള്ള. വലിയ നമ്മുടെ V2 ഒക്കെ ഇറങ്ങിയപ്പോഴാണേലും നമുക്ക് ആ ഒരു സ്ലീക്ക് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്ന രീതിയിലുള്ള ഒരു ഫീൽ തോന്നിക്കും. ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും അവന്മാർ നല്ല രീതിയിൽ നല്ല ബൾക്കാക്കിയിട്ടുണ്ട് വണ്ടി കാണാനായിട്ടും. അതുപോലെ ഓവറോൾ ആ ഒരു ഫെയറിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ. വണ്ടിയുടെ എഞ്ചിൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 12.4 PS പവറും അതുപോലെ തന്നെ 13 Nm ടോർക്കുമാണ്. കാര്യം വണ്ടിയുടെ വെയിറ്റ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. 135 കിലോയേ ഉള്ളൂ. വണ്ടി എടുത്ത് മാറ്റുമ്പോഴൊക്കെയാണ് നല്ല രീതിയിൽ അത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പവറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലസ് മൈലേജ് നല്ല രീതിയിലൊന്ന് എന്താ പറയുക ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു വണ്ടി. അറൗണ്ട് ഒരു 50 അബോവ് ഒക്കെ എങ്ങനെയാണെങ്കിലും 50 to 55 അറൗണ്ട് മൈലേജും കിട്ടും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. സോ മിസ്സിങ് ഫോർ എവർ ബൈ, മിസ്സിങ്ങിന്റെ ഒരു കേസ് ഇതിന് വരുന്നില്ല. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു കാര്യമാണ്. ആൻഡ് നമ്മുടെ ഐക്കോണിക് 149cc എഞ്ചിനാണ് ഈ ഒരു സെയിം ഫ്രെയിമിൽ ഹൗസ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ പെർഫോമൻസ് 0 to 60, 0 to 100 ഒക്കെ വണ്ടി നല്ല പക്കയാണ് കേട്ടോ. വളരെ ക്വിക്കായിട്ട് വണ്ടി കയറും. നമുക്ക് ഓരോ ഗിയറിലെ ആ ഒരു ചേഞ്ച് വളരെയധികം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ബൈറ്റ് ഫീൽ ചെയ്യും. ദെൻ ഒരു 7K 8K RPM, അതായത് ഒരു പീക്ക് പെർഫോമൻസ് RPM നമ്മളങ്ങോട്ട് കയറ്റി വെക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു പമ്മൽ ഫീൽ ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ റെഡ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു 8K 9K ആ ഒരു റേഞ്ചിലാണ് വണ്ടി ആ ഒരു പീക്ക് പെർഫോമൻസിലോട്ട് കയറി വരുന്നത്. സോ ഇനീഷ്യലി ആ ഒരു ബൈറ്റ് വളരെ ഭംഗിയായിട്ട് വണ്ടി നല്ല രീതിയിൽ ഫീൽ ചെയ്യിക്കും. പക്ഷേ എബോവ് 100 ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു പമ്മൽ ഫീൽ ചെയ്യിക്കുന്ന. കാരണം ഒരു പീക്ക് ഒരു 110 ആ ഒരു റേഞ്ച്, 110 115 ആ ഒരു ടോപ്പ് എൻഡ് ഒക്കെ വണ്ടിയിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ആ ഒരു എന്താ പറയുക ടോപ്പ് എൻഡും ആ ഒരു ഇനീഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. വണ്ടി ഞാൻ കയറുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. സോ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഈ ഒരു നമ്മൾ ഇരിക്കുമ്പോൾ ആള് കിട്ടുന്ന ഒരു ലുക്കും ഫീലും കാര്യങ്ങളൊക്കെയാണ്. നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു ടാങ്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മീറ്റർ കൺസോൾ ആണെങ്കിലും ആ ഒരു പഴയ ഒരു ചെറിയ സ്ട്രിപ്പൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം നല്ല നമ്മുടെ MG-യുടെ സെയിം മീറ്റർ ആക്കിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. നമ്മുടെ മറ്റേ RPM-ന്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ചസ് ഒക്കെ ആണെങ്കിലും ബേസിക് നമ്മുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വെൽ
എല്ലാം ഒന്ന് പോളിഷ് ആക്കിയിട്ടുണ്ട്. പഴയതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ, കുറച്ചുകൂടെ റിഫൈൻഡ് ആൻഡ് പോളിഷ് ആക്കിയിട്ടുണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ സൗണ്ട് വരുന്നത്. വണ്ടിയുടെ സൗണ്ടും വളരെയധികം റിഫൈൻഡ് സൗണ്ടാണ് വണ്ടി കേട്ടോ. ത്രോട്ടിലാണേലും ഭയങ്കര സ്മൂത്ത് ത്രോട്ടിലാ. കാര്യം ഫ്യൂൽ റിജക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കാർബറേറ്ററിന്റെ കേബിൾ വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്യുന്ന ഒരു ഫീലൊക്കെ പോയി. എൻറ്റയർലി വളരെ സ്മൂത്ത് ത്രോട്ടിലാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. വണ്ടി ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു റോഡാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ 0 to 60 വെറുതെ ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം. 0 to 60 ആണ്. നമുക്ക് ടോപ്പ് എൻഡ് അടിക്കാനുള്ള ഒന്നും ഗ്യാപ്പൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം. നമ്മളെ സിറ്റി റൈഡിനൊക്കെ വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ. വളരെ എന്താ പറയാ, സ്വീറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. ട്യൂൺ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിക്കാണ് വണ്ടി. ഓവറോൾ ആ ഒരു ഫ്യൂൽ റിജക്ഷന്റെ സിസ്റ്റം ഫുള്ള് ട്യൂൺ ചെയ്തിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി റൺ ചെയ്യാനായിട്ട് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നല്ല രീതിയിൽ ത്രോട്ടിൽ ഫീൽ ചെയ്യാനായിട്ടുണ്ട്. വണ്ടി ഒന്ന് നിർത്തിയിട്ടിട്ട് സംസാരിക്കാം. ഓക്കെ, വണ്ടി നല്ല കംഫർട്ടാണ്, പറയാതിരിക്കാൻ പറ്റില്ല. സീരിയസ്ലി ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പഴയ ആ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പോലല്ല. നമുക്ക് ഈ ഒരു സൈഡിലോട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ ആ ഒരു ലെഗിന് സപ്പോർട്ട് വരാണ്ട് സീറ്റ് ഇറങ്ങി കിടക്കുന്നുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. കംഫർട്ടിന്റെ കാര്യത്തിൽ 100 out of 100. അത് വേറെ ഒന്നുമില്ല. നല്ല കംഫർട്ടാണ് വണ്ടി. അതുപോലെ നമുക്ക് നല്ല ഫ്ലിക്കബിൾ ആണ്, അറിയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. വണ്ടി അത്യാവശ്യം നല്ല ഫ്ലിക്കബിൾ ആണ്. അത് എന്താ പറയുക, സിറ്റി ട്രാഫിക്കിലൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് പക്കയായിരിക്കും. 100 out of 100 ആയിരിക്കും സിറ്റി ട്രാഫിക്കിൽ. ആൻഡ് മൈലേജും ഉണ്ട്. സോ സിറ്റിയിലാണെങ്കിലും നമുക്ക് ആ ഒരു അറൗണ്ട് 50 ഒക്കെ എങ്ങനെ പോയാലും വണ്ടിക്ക് മൈലേജും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ വണ്ടി അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ട്, എന്താ പറയുക, നമുക്ക് കൂടുതലും സ്ട്രീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു അപ്ഗ്രഡേഷനും കാര്യങ്ങളൊക്കെ യമഹ ഇപ്പോഴത്തെ ഈ ഒരു FC വേർഷൻ 4 കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ FC വേർഷൻ 4 വിശേഷങ്ങൾ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വേർഷൻ 4 എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ വണ്ടി എടുക്കാവുന്നതാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.